ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. കുറേയധികം ചാനലുകൾ, എസ്പെഷ്യലി റിപ്പോർട്ടർ ചാനലും 24 ഒക്കെ ഫോട്ടോ മോർഫ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിലിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കുന്ന കുറേ ആളുകളെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ന്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇതിൻ്റെ പിന്നിലെ ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി 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 ഗുഡ്. ഐ അപ്രിഷ്യേറ്റ്. ബിഗ് തംസ് അപ്പ്. കാരണം മെയിൻ സ്ട്രീം മീഡിയ ചാനൽസൊക്കെ ഇതേപോലെ ന്യൂസ് ചാനൽസൊക്കെ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ പോലീസോ സൈബർ സിസ്റ്റോ ഇതിൻ്റെ പിന്നിലൊരു പുണ്ണാക്കും ചെയ്യാൻ പോകുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ ചാനലിലൂടെ തന്നെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കേസ് 2021 മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തതാണ്. ഹെലൻ ഓഫ് സ്പാർട്ട മോർഫ് ചെയ്ത ചിത്രങ്ങൾ പല സൈറ്റിലും ഇട്ടിട്ട് വിൽക്കുന്നുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട്. അവരത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അന്നുണ്ടായിരുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ടാണ് ഇവർ ഈ പണി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 2021 കേസ്, 2024 കേസ്, 2 കേസ് അവർ കൊടുത്തു. ഒരു കാര്യമല്ല. ഏതോ ലോകത്തിൻ്റെ മുക്കിലുള്ള ഇത്രപോന്നൊരു രാജ്യത്തിരുന്ന് ഏതോ ഒരുത്തൻ ഈ പണി കാണിക്കുന്നു എന്നാണ് അന്ന് സൈബർ സെല്ല് ഹെലന് കൊടുത്തിട്ടുണ്ടായിരുന്ന റിപ്ലൈ. പിന്നെ എപ്പോഴോ ഏതോ ഒരാളെ 1-2 ആൾക്കാരെ പൊക്കിയെന്നോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നുള്ളൊരു സാധനമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാനും കുറച്ച് ചെക്കന്മാരും കൂടി ചേർന്ന് ടെലിഗ്രാമിൽ നിന്ന് കുറച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് ഇവരുടെ ഫോട്ടോസ് ഇട്ട് ചെക്കന്മാരുടെ ഫോർവേഡ് ചെയ്തിട്ട് ചെക്കന്മാരുടെ നമ്പേഴ്സ് എടുത്ത് ഇവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പൊക്കിയതോ ചോദ്യം ചെയ്യാനോ വിളിപ്പിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അതിലൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ അടുത്ത് ഈഗിൾ വന്നിരുന്ന് ടെലിഗ്രാമിലും വാട്സാപ്പിലും, എസ്പെഷ്യലി ടെലിഗ്രാമിൽ തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാർ, സ്വന്തം വീട്ടിലെ അമ്മയുടെയും പെങ്ങളുടെയും അടക്കം വീഡിയോ എടുത്തിട്ട് അവരുടെ ഓക്വേർഡ് മൂവ്മെൻറ്റ്സും അവരുടെ മോർഫ് ചെയ്ത പിക്സും ഇടുന്ന ചില കുൽസിത പ്രവർത്തികൾ കാണിക്കുന്ന മക്കളുടെയൊക്കെ ഫുൾ സാധനങ്ങൾ ഡീറ്റെയിൽ അടക്കം എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. അന്നും ഇവിടെ ഒരു മെയിൻ സ്ട്രീം മീഡിയ അത് ഏറ്റെടുത്തിട്ടില്ല, ഒരു പോലീസുകാരത് ഏറ്റെടുത്തില്ല, സൈബർ സിസ്റ്റം അത് ഏറ്റെടുത്തില്ല, ആരും ഒന്നും അതിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹെലനെയോ ഈഗിളിനെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെയോ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുതരാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇന്നലെയും ഇന്നുമായിട്ട് വരുന്ന എക്സ്ക്ലൂസീവാണ്. ഫോട്ടോ മോർഫ് ചെയ്ത കേസ്. പ്രതി മോർഫ് ചെയ്തത് അടുത്ത ബന്ധുക്കളുടെ അടക്കം ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തു. 2 പയ്യന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഒരു പയ്യൻ്റെ പേര് നിതിൻ മോഹൻദാസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം. എങ്ങനെയാണ് ഈ സാധനങ്ങൾ മീഡിയയ്ക്ക് എത്തിയതും മീഡിയയുടെ ഒരു അറ്റൻഷൻ ഇതിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഒരു ലേഡി പോസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇന്നലെ മീഡിയ ചാനലിൽ വന്നത്. അവർ പബ്ലിക്കായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അവരിട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ അവരുടെ പേരും അവരുടെ വീഡിയോ ഞാൻ അങ്ങനെ വെക്കുകയാണ്. അഡ്വക്കേറ്റ് സാന്ദ്ര സദാനന്ദൻ എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ്, ഈ ലേഡിയാണ്. ഇവരുടെ ഒരു ഫോട്ടോ ഇതേപോലെ മോർഫ് ചെയ്തിട്ട് ഒരു ടെലിഗ്രാം ചാനലിൽ വന്നു എന്നുള്ളത് അവരുടെ ബ്രദർ വിളിച്ച് പറഞ്ഞ സമയത്ത് അതിൻ്റെ ബാക്കിൽ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ സ്വയം ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ ഈ കറക്റ്റ് ഇൻഫർമേഷൻ, അയാളുടെ ലൊക്കേഷനും നമ്പറും ഡീറ്റെയിൽസും അടക്കം അവനെ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി. എന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൻ്റെ ഫോൺ മേടിച്ച് വെച്ചത് 1 മണിക്കൂർ കൊണ്ട് അവന് തിരിച്ചു കൊടുത്ത് വിട്ട് സുലാം പറഞ്ഞു എന്നുള്ള ഈ കേസ് അവർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ ഏറ്റെടുത്തത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാന്ദ്ര സദാനന്ദൻ എന്നാണ്. ഞാൻ നാട്ടിലെ ലോയറായിരുന്നു, ഹൈക്കോർട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഏപ്രിൽ 10 ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നിന്റെ ഒരു ഫോട്ടോ, അതായത് നീ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ വേറൊരു ടെലിഗ്രാമിൽ ഒരു ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്യുന്ന തുണ്ട് ഗ്രൂപ്പ് എന്ന് പറയും, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്, വീഡിയോ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിട്ടത് നിതിൻ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യന. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായില്ല അത് ആരാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു വള്ളിക്കുന്നുള്ളത്. വേറൊരാൾ വഴി ഇവരുടെ നമ്പർ വാങ്ങി ഞാൻ ഫോൺ ചെയ്തു. ഇവരുടെ അച്ഛനാണ്. ആദ്യം ഫോൺ എടുത്തില്ല, പിന്നെ ഫോൺ എടുത്ത് ആദ്യം ഫോൺ എടുത്തത് ഇവരുടെ ബ്രദർ ഇൻ ലോ ആണ്. ഞാൻ ബ്രദർ ഇൻ ലോന്റെ അടുത്ത് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, അവർ നമ്പർ തന്നു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞു, സാന്ദ്ര, ഇതൊരു സ്വഭാവക്കാരൻ, നിതിൻ കിച്ചു എന്നാണ് ഇവന്റെ പേര്, വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയാണ്.
അപ്പം ഇവൻ ഇതാണ്, ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇവൻ ഇങ്ങനെ തന്നെയാണ്. ഇവൻ സമാന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ ഇപ്പൊ ഞങ്ങൾ ഒരു കാര്യം തീർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ആ രാത്രി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇവന്റെ പ്രൊഫൈല് മെൻഷൻ ചെയ്തിട്ട്. ഇവന്റെ പ്രൊഫൈല് ഹൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്യും, ഇവന്റെ മുഖം മറക്കുകയോ ഒന്നും ചെയ്യാതെ അവന്റെ പ്രൊഫൈലോട് കൂടിയിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഈ ആളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവന്റെ യൂസർ നെയിം @tele9user, ഒരു നമ്പർ 2-3 നമ്പറോളം, ഇതിൽ തന്നെ 3 നമ്പറുണ്ട്. ഇതിൽ കാണാം, ഇതിൽ ശരിക്ക് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നിതിൻ കിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യൂസറാണ് ഇത് ചെയ്യുന്നതെന്ന് ഇവള് കണ്ടുപിടിച്ചു. എന്റെ അമ്മ ഇത് കാണുമ്പോൾ ഏത് രീതിയിലായിരിക്കും, ഞാൻ എങ്ങനെ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കും, അല്ലെങ്കിൽ എന്റെ അമ്മ ഒരു സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ, മോളെ കാര്യത്തിൽ എത്ര കൺസേൺ ഉണ്ടാകും. അതുപോലെ എത്ര അമ്മമാരുണ്ട് നമ്മുടെ ചുറ്റും. അമ്മമാരുടെ ഫോട്ടോസ് പോട്ടെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇത് ഫോട്ടോസ് ഒന്നും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഇതാ പെൺകുട്ടികളുടെ ഫോട്ടോസാണ്. ഇത്രയൊന്നും അല്ല, 1000-ലേറെ. ഇത് അറിയുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്, അറിയുന്ന പെൺകുട്ടികളുടെ മാത്രം. അറിയാത്തവർ ഇഷ്ടം പോലെ വേറെ കിടക്കുന്നുണ്ട്. 1000 ഫോട്ടോസ് ആണുള്ളത്. ഈ വള്ളിക്കുന്ന് പരിസരത്തുള്ള എല്ലാ പെൺകുട്ടികളും, എല്ലാ അമ്മമാരും ചേച്ചിമാരും ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, 100% ഉറപ്പാണ്. ഒരു ബന്ധവുമില്ലാത്ത, ഇത്രയും ദൂരത്ത് ജീവിക്കുന്ന, നാടുമായിട്ടോ കുടുംബമായിട്ടോ ഒരു കണക്ഷനും ഇല്ലാത്ത എന്റെ ഫോട്ടോ അവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കേട്ടില്ല നിങ്ങൾ? ഇതാണ് ഈ ലേഡിയുടെ ഈ വീഡിയോ ആണ് എസ്കലേറ്റ് ആയത്. ഇത് മീഡിയാസ് ഏറ്റെടുത്തു. വെൽ ഡൺ. കാരണം ഇവരിത് വളരെ കൃത്യമായിട്ട് അവരുടെ മുഖം തന്നെ റിവീൽ ചെയ്ത്, അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത്, അവർ വളരെ ബോൾഡായിട്ട് വന്ന് പറഞ്ഞൊരു കാര്യം മീഡിയാസ് ഏറ്റെടുത്തു. അതിന് മീഡിയാസ് അവരുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഗതികളൊക്കെ കൊണ്ടുവന്ന് ചെയ്തു. അതിനൊന്നും ഒരു വിഷയമല്ല. എൻഡ് റിസൾട്ട് എന്താ? ഇതിലിപ്പോൾ ഈ പറഞ്ഞൊരു നിതിനെ പൊക്കി, ഇല്ലെങ്കിൽ അതിനിടയിൽ കാസർഗോഡ് നിന്ന് വേറൊരുത്തരം പൊക്കി എന്നുള്ള ന്യൂസ് വന്നു. പോലീസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഒരു സൈബർ കേസ് ഇതിൽ എടുത്തിടും. ഇതിൻ്റെ സർവർ എവിടെയാ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാ, ഇതിൻ്റെ ഗ്രൂപ്പുകൾ എവിടേക്കാ ഉള്ളത്, ഇതിലെവിടെ നിന്നാണ് ഇങ്ങനെ പേയ്മെൻറ്റ്സ് ഇവരുണ്ടാക്കുന്നത്, ഇതൊക്കെ നോക്കി പോകാൻ ഇവിടുത്തെ പോലീസുകാർക്ക് ഒന്നാമത് സമയമില്ല എന്നാണ് അവർ പറയുന്നത്. ചോദിച്ചാൽ എന്താ പറയുക അറിയോ? സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാൻ പോയിട്ടില്ലേ. പിന്നെ സോഷ്യൽ മീഡിയ എന്തിനാ കുന്തിരിക്കാൻ പോച്ച് വെച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ട് നാമം ജപിക്കാനോ? പോലീസുകാർ ചോദിച്ചാൽ ഇതാ പറയുക. എടാ, പെണ്ണുങ്ങളെ കേസ് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഇവിടെ തന്നെയാണ് അവസ്ഥ. ഹാൻസം ബോയ് ഓഫ് കേരള, ഹാൻസം മെൻ ഓഫ് മറ്റേ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ കുറേ പേജുകളുണ്ട്. എനിക്കൊക്കെ ഈ താടി ഉണ്ട് എന്നുള്ളൊരൊറ്റ വിഷയം കാരണം, താടി വളർത്തുന്ന സമയത്ത് താടി ഉണ്ട് എന്നുള്ള വിഷയം കാരണം എത്ര ഇങ്ങനത്തെ പ്രൊഫൈലിന് മെസ്സേജ്, നിങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ, ഫോട്ടോ ഞങ്ങളൊന്ന് മാറ്റി ഇട്ടോട്ടെ. ഒരുത്തന്നെ ഒരു ദിവസം എനിക്ക് ഇന്ത്യ ആ സ്ക്രീൻഷോട്ട് മിസ്സായിപ്പോയി മക്കളെ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പരനാറി ചെറ്റനെ ഞാൻ ഇവിടെ വെച്ച് ഞാൻ ആ സാധനം വെച്ച് എക്സ്പോസ് ചെയ്തിരുന്നു. എനിക്ക് പിന്നെ കണ്ട് ട്രോമ ചെയ്തുകൊണ്ട് ഞാൻ മാത്രം ഇടാതിരുന്ന. ഇൻ്റെ തല മാറ്റിയിട്ട് ഒരു 6 പാക്കും വല്ല ബോഡിയുള്ള ഒരുത്തൻ്റെ തലേമ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ഷെഡ്ഡി മാത്രം ഇട്ടിട്ട് എൻ്റെ തല മാത്രം വെച്ചിട്ട് ഞാൻ ഇങ്ങനൊരു ഫോട്ടോ ബ്രോൻ്റെ ഇത് പോസ്റ്റ് ചെയ്താലും എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഏതോ ഒരു ഗേ ഗ്രൂപ്പ്. അങ്ങനത്തെ അവസ്ഥ ആണുങ്ങളും സഹിക്കുന്നുണ്ട്, പെണ്ണുങ്ങളും സഹിക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനത്തെ പെർവേർട്ടുകൾ. പണ്ടൊക്കെ നാട്ടിൽ ഈ ഞരമ്പ് രോഗികൾ വീട്ടിലെത്തി നോക്കുന്നവരുണ്ടാവും, കുളിമുറിയിൽ പാളി വെക്കുന്നവരുണ്ടാവും, റോട്ടിൽ കൂടി പോകുമ്പോൾ മറ്റേ തോണ്ടിയിട്ട് പോകുന്നവരും സൈറ്റ് അടിക്കുന്നവരും ഉണ്ടാവും. ഇതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഉള്ള ആൾക്കാരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ണ് കണ്ടോടത്ത് പോസ്റ്റ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. കണ്ണ് കണ്ടോടത്തല്ല, ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ മോർഫ് ചെയ്തിട്ട് വേറെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിടുക, പൈസ ഉണ്ടാക്കുക. എടാ, ഇത് സ്വന്തം വീട്ടിലുള്ള അമ്മേനെയും പെങ്ങളെയും ചെയ്യണടാ. സ്വന്തം മക്കളെ ചെയ്യുന്ന ചിലന്മാരിരുന്നിട്ട്, സ്വന്തം ഭാര്യനെ ചെയ്യുന്ന ചിലന്മാരിരുന്നിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇതിൽ ഇവിടുത്തെ നിയമം, ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സൈബർ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായില്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സൈബർ സിസ്റ്റം എന്ന് പറഞ്ഞത് ഫെയിലിയർ ആണ് എന്നുള്ളത്. ഇപ്പം ഈ കേസിൽ ഈ നിതിൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കഴപ്പ് ഞാനിവിടെ ഈ സൈഡിൽ വെക്കുന്നുണ്ട്, ഇവൻ്റെ പ്രൊഫൈലും വെക്കുന്നുണ്ട്, ഇവൻ്റെ കഴപ്പ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇവൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ. ഓക്കെ, അത് ഞാൻ ഫുള്ളായിട്ട് വെക്കുന്നതൊക്കെ ബ്ലർ ചെയ്താണ് വെക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങൾ കണ്ടുപോയാൽ മതി. ഇവൻ്റെ ഈ കേസിൽ പോലീസുകാർ ഇവരെ പിടിച്ച് ഇവർ കൊണ്ടുപോയി കൊടുത്ത് 1 മണിക്കൂർ കൊണ്ട് ഇവൻ്റെ ഫോണും തിരിച്ചു കൊടുത്ത് വിട്ട്. കാസർഗോഡും സിമിലർ പിടിച്ചു. പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് അറിയില്ല. അതും കൂടി ഒന്ന് കേട്ടു നോക്ക്. 30-ലധികം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്ത് ടെലിഗ്രാമിൽ പ്രചരിപ്പിച്ചത് ഒരു പ്രതി. ഇയാളെ 1 മാസം മുമ്പ് കാസർഗോഡ് സൈബർ പോലീസ് പിടികൂടി.
ഇരിയണ്യ സ്വദേശി അനൂപായിരുന്നു നീചമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ. പ്രതിയുടെ നാട്ടിൽ തന്നെയുള്ള പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇയാൾ ദുരുപയോഗം ചെയ്തത്. അനൂപിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞിരുന്നെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ അറസ്റ്റ് ചെയ്ത പ്രതി അയാളുടെ പേര് അനൂപ് എന്നാണ്. പ്രദേശവാസികളുടെ തന്നെ ഫോട്ടോകള് ഈ മോർഫ് ചെയ്തിട്ട് വിവിധ സമൂഹ മാധ്യമങ്ങളെ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നു. അതിനകത്ത് ആ നാട്ടുകാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. പിന്നെ അതേ ഗ്രൂപ്പിൽ തന്നെ ഈ പുരുഷന്മാരുടെ ഫോട്ടോസും പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരാതികൾ വന്നു. നമ്മൾ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, തെറ്റ് പറ്റിപ്പോയി ചേച്ചി, കാല് പിടിച്ച് മാപ്പ് എന്ന് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു. അവരുടെ അമ്മയും എല്ലാരും വിളിച്ച് കാല് പിടിച്ച് കരച്ചിലായിരുന്നു. ഇത് നമ്മൾ തെളിവ് സഹിതം ഇവന്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് ഇവൻ ഇത് അഡ്മിറ്റ് ചെയ്ത് ഇവന്റെ ഫോണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യിപ്പിച്ചു. നമുക്ക് അറിയാൻ പറ്റിയത് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള വിനയൻ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടാണ് അവരുടെ ഫോണ് തിരിച്ചു കൊടുത്തതെന്നാണ് നമുക്കറിയാൻ പറ്റിയ ഇൻഫർമേഷൻ. ടെലിഗ്രാം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കിട്ടാൻ സമയം എടുക്കട്ടെ, പക്ഷെ ജെന്യൂൻ ആയിട്ട് കേസ് അന്വേഷിക്കണത്. അതായത് ഞാൻ ഏപ്രിൽ 10-നാണ് ഇത്, 11-നാണ് ഞാൻ 10-ന് ഞാൻ അറിഞ്ഞു, 11-നാണ് ഞാൻ മലപ്പുറം SP-ക്ക് മെയിൽ അയക്കുന്നത്. അതിന്റെ എനിക്ക് അപ്ഡേറ്റ്സ് തരാൻ തന്നെ ഞാനൊരു 3 ദിവസം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഉണ്ട് അവന്റെ ഫോൺ എന്ത് വേണമെങ്കിലും ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, നശിപ്പിച്ച് കളയാം, അതിലെ ഫോട്ടോസും ഡീറ്റെയിൽസും എടുത്തു കളയാം, എന്ത് വേണമെങ്കിലും അവന് ചെയ്യാം. പക്ഷെ ഇത്ര ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഉറപ്പുമില്ല നമുക്ക് ജസ്റ്റിസ് കിട്ടുമോ. നാട്ടിലെ സൈബർ സിസ്റ്റം ഫെയിൽ ആവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിനിടയിൽ ഒരു ദിവസം നമ്മുടെ മന്ത്രിയുടെ ഒരു ഫോട്ടോ, പേരൊന്നും പറയില്ല, കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു ഫോട്ടോ എങ്ങാണ്ട് മോർഫ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞിട്ട് വൻ രീതിയിലുള്ള സീനായിരുന്നല്ലോ. പെട്ടെന്ന് ആളെ പിടിക്കുന്നു, രാവിലെ കൊടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളെ പിടിക്കുന്നു, സൈബർ സിസ്റ്റം വാ പറഞ്ഞ് കൈയടിച്ച് പോകുന്നു, മീഡിയാസ് അത് കൊണ്ടാടുന്നു. എടാ, ഇവിടെ സാധാരണക്കാരായ സ്ത്രീകളുണ്ട്, അമ്മമാരും കുട്ടികളുമായിട്ടുള്ള ചെറിയ പിഞ്ച് മക്കളുടെ ഫോട്ടോ അടക്കം മോർഫ് ചെയ്ത് പറഞ്ഞ പരനാറി ചെറ്റകളുണ്ട് ഇത് ഈ നാട്ടിൽ. ഇവന്മാരെ പിടിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഈ ഹെലൻ്റെ കേസ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഹെലൻ 2 പ്രാവശ്യമായിട്ട് 2021 8 മാർച്ച് വുമൻസ് ഡേൻ്റെ അന്ന് കൊടുത്ത പരാതിയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുന്നിൽ കോലും പിടിച്ച് പന്തവും പിടിച്ച് ഓടിയ പിണറായി വിജയൻ അയാൾക്ക് അയച്ചു കൊടുത്തതാണിത്. ഒരു തീർപ്പും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ആരും ഇനിയിപ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥ മാറിയതാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീനാണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. മനസ്സിലായോ? 2 വട്ടമായിട്ട് വരെ തന്നെയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ മറക്കണ്ട വെച്ച് 2024 ജനുവരി കൊണ്ടുപോയിട്ട് 2ാമതൊരു കേസും ഹെലൻ കൊടുത്ത്. അതിലും പ്രത്യേകിച്ചൊരു തീരുമാനവും ഉണ്ടാക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിനെ കൊണ്ട് സാധിച്ചില്ല. ഹെലൻ തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടോക്ക്. വിളിച്ചാൽ മതി നിങ്ങൾ. ശരി റെസ്റ്റ് എടുത്തോളൂ. ശരി. കേട്ടല്ലോ, ഇതാണ് ഞാൻ ഈ സെയിം സാധനങ്ങളാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം സാധനമാണ്. എന്തൊക്കെയോ റീസണിന്റെ പുറത്ത് അപ്പം എപ്പോഴും ഓരോ റീസണിന്റെ പുറത്ത് ഇങ്ങനെ നീട്ടി പോവുകയാണ്. ഈ പറയുന്ന ടീമുകൾ വീണ്ടും അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനോസുഖമാണ് ഈ ഗൾക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് മോർഫ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ 1555 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ കേരള പോലീസും കേരള സൈബർ, നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത് ചെറിയൊരു കാര്യമാണെന്നാണോ? എത്ര ആൾക്കാർ ഇത് ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അതിൽ വരുന്ന ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഫോട്ടോസും നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. എന്താ ഇത് ഡെയിലി ഓരോ ഗ്രൂപ്പുകളിൽ ഇത്രയും വൃത്തിയുടെ രീതിയിലുള്ള സാധനങ്ങൾ വരാന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് കേരള പോലീസ് ആൻഡ് കേരള സൈബർ സെൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരുത്തരെങ്കിലും പിടിച്ചിട്ട് നിങ്ങൾ മീഡിയന്റെ മുന്നിൽ, നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തേക്കോ ദുനിയാവിന്റെ ഏത് അറ്റത്തേക്ക് വേണമെങ്കിൽ വരാൻ ഞാൻ റെഡിയാണ്. എന്റെ പ്രൊഫൈലിലെങ്കിലും ഞാൻ ആ തലയൊന്ന് ഞാൻ കാണിക്കട്ടെ പ്ലീസ്. ഏതെങ്കിലും ഒരുത്തനെങ്കിലും നിങ്ങളൊന്ന് പിടിച്ചു കാണിക്കുക. ഈ രീതിയിലുള്ള വൃത്തികെട്ട മോർഫിംഗ് ഒരുത്തനെങ്കിലും
അത് കണ്ട് ഏതെങ്കിലും ഒരുത്തരെങ്കിലും ഈ പണ്ടാരം പിടിച്ച പരിപാടി ചെയ്ത് നിർത്തിയാലായില്ലേ? ഞാൻ എന്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യന്മാര് ഈ പോലീസ് സ്റ്റേഷനും ഇവരെ വിളിച്ച് ഇതാക്കാൻ ഒരു പരിധിയുണ്ട്. എന്റെ സമയത്തിന് ഒരു വിലയുമില്ലേ? എന്റെ ഫീലിങ്സിന്, ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിന് ഒരു വിലയില്ലേ? ഇന്ത്യൻ പൗര ഓക്കെ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ് ലാസ്റ്റ് ഹെലൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അതിനകത്ത് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ കോൾ റെക്കോർഡ് വെച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മോർഫ്ഡ് ഫോട്ടോ ഇവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ കടന്ന് കറങ്ങിയിട്ട് 2021 മുതൽ 2026 ആവാനായി. ഇപ്പോൾ ഇന്നും അതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ സൈബർ സിസ്റ്റത്തിനെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഭരിച്ചു പോയ പാർട്ടിയെ കൊണ്ട് പറ്റുന്നില്ല. ഒരാളെ കൊണ്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് പേര് ഇറങ്ങി കണ്ടുപിടിച്ച കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള തുണ്ടോ പൊട്ടോ ഉണ്ട്, കുറച്ച് നമ്പറും കുറച്ച് സ്ക്രീൻഷോട്ടും. അത് കൊടുത്തിട്ട് പോലും ഒരുത്തനെ വിളിച്ചിട്ട് അകത്താക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റവും മൂല്യം തപ്പിക്കണ്ടുപിടിച്ച് പോകാനോ പറ്റാത്ത ഒരു കഴിവുകെട്ട സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഇരുന്ന് കെഞ്ചുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. ഒരു നിതിൻ രാജിൻ്റെ വിഷയം വന്നപ്പോൾ ലോൺ ആപ്പ് പിടിക്കാൻ ഏതോ ബിലാക്കിക്ക് ഓടിപ്പോണ്ടി അവിടുന്ന് ആളെയും പൊക്കി വന്ന് കേരള പോലീസിൻ്റെ ഏത് സ്മാർട്ട്നെസ് അല്ലേ, ദ കേരള പോലീസ് സ്ക്വാഡ്. അപ്പോൾ ഇനി നാളെ ഈ മോർഫ് പിക്ചേഴ്സൊക്കെ വന്ന് ഏതെങ്കിലും ഒരു ജീവൻ പോകണം, ആരെങ്കിലും ഒന്ന് തൂങ്ങണം. അപ്പോളാ ഇപ്പോൾ പോവും എവിടുന്നെങ്കിലും UP-ന്നോ ബീഹാറിന്നോ ഇനി ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് നിന്നാണെന്നെങ്കിലും മോർഫ് ചെയ്തൊരു 3-4 ആളത്തിനെ പിടിച്ചു കൊടുത്തിട്ട് നാട്ടുകാർ മുന്നിൽ കാണിക്കും. 2 ദിവസം ന്യൂസ് ആവും, കഴിഞ്ഞു. അപ്പോഴും നമ്മൾ കൈയടിക്കും കേരള പോലീസിനും സൈബർ സിസ്റ്റത്തിനും. എടീ, ഇതൊക്കെ പറയുന്നതിന് ലിമിറ്റില്ലേ നമ്മളെ കൊണ്ട്? ഇപ്പം പറയുമ്പോൾ നമ്മളെ ചാനലൊക്കെ എന്താ 3-ാം കിട ചാനൽ, 4-ാം കിട ചാനൽ, മഞ്ഞ ചാനൽ. ഇവിടെ വാലിഡ് ആയിട്ടുള്ള വിഷയങ്ങളും നമ്മൾ ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇത് കാണുന്ന വ്യൂവർഷിപ്പിന് രേണുസുദീനെ കേട്ടാൽ മതി, ഫസ്മിനെ കണ്ടാൽ മതി. ഇത് മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രമാണ് ചൂസ് ചെയ്ത് കാണുന്നത് എന്നുള്ളത് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്ക്. നമ്മളെയൊക്കെ ചാനലിൽ കുറച്ച് കാലമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഡിസ്കഷനിലുണ്ട്. ഇതൊക്കെ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ട്. ഒരു കുട്ടിയും കണ്ടിട്ടും കേട്ടിട്ടും ഇതിൽ ഇതെടുത്തിട്ട് ഒരു പോലീസുകാരനോ ഒരു സൈബർ സിസ്റ്റനോ ഫോർവേഡ് ചെയ്യാം, അതൊന്നുമില്ല. അപ്പം എല്ലാവരുടെയും പ്രശ്നമാണ്, മനസ്സിലായോ? കൂടുതലൊന്നും പറയാനില്ല. ഇനി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഈഗിളിൻ്റെ ഫാമിലി കയറി ചൊറിഞ്ഞ ഒരുത്തനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈഗിൾ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഈഗിൾ ഞെട്ടിയത്. അതും ഈഗിൾ എന്ന് പറയുന്നുണ്ട് ടെലിഗ്രാമിൽ നിന്നൊക്കെ ആരെ പൊക്കി, എത്ര വയസ്സുള്ളവനെ പൊക്കി, അവിടെ എന്തൊക്കെ കണ്ടു എന്നുള്ളത്. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയണത്, കുറെ പേരെ കമന്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണതെന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാ, ഇതൊക്കെ അവന്മാർക്ക് കിട്ടേണ്ടതാ, അവന്മാർക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മീൻസ് ഇവന്മാര് ഫോട്ടോ ഇട്ടും ഇത് ഇട്ടും ജീവിക്കുന്നതല്ലേ, അവന്മാർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന കുറെ പേര്, ഇവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കുറെ പേരെ കണ്ടായിരുന്നു ഞാൻ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇത് കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയാ ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും, കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, കുറെ പേർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കാം. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പം. കാരണം ഞാനും ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയണത് പോലെ കുറെ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് പക്ഷെ നിങ്ങളിത് കണ്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം. സോ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ. ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സോ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര്, വിൽക്കുന്നവന്മാര്. ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും 200 രൂപ കൊടുത്താൽ 30 വീഡിയോസ് അവൻ ഉണ്ടാക്കി തരും.
ഞാൻ ഇന്നലെ ഇതില് ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ അവന്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇൻബോക്സിൽ ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ് അവന്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ, കോൾ വിളിക്കരുതെന്ന്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് ഇതാണ്, നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു എന്ന്. ആൻഡ് അടുത്തത്, ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവന്റെ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ഡീപ്പ് ഫേക്കും AI ഒക്കെ വന്നോട് കൂടിയിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഫേസ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഹെലൻ 2021 കേസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, ഇത്ര ഈസി ആയിട്ട് ഇവർക്ക് ഇതിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ പരിപാടികളിലൂടെയൊന്നും ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തേക്കാകുമ്പോഴത്തേക്കും കാലം മാറി. അന്ന് ആ കേസിനൊക്കെ തീരുമാനം ഉണ്ടാക്കിയിരുന്നു, ഹെലൻ്റെയൊക്കെ കേസിനെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിനൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർ പേടിച്ചിട്ടുണ്ട്. ഇത് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ പേടിയെങ്കിലും ഉണ്ടായിരുന്നു. മക്കളെങ്കിലും ഇതിലേക്ക് ഇറങ്ങാത്തൊരവസ്ഥ. നാട്ടിൽ പാരൻസ് അവെയർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 2021 ഒരു 10 പേരെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട് മൊത്തം ഇത് സീനായി. ഇന്നിപ്പോൾ ന്യൂസ് ചാനലുകൾ എടുത്തു വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലെ ഒരു 10 ന്യൂസ് ചാനലുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെങ്കിൽ നാട്ടുകാർ അവെയർ ആവും, പാരൻസ് അവെയർ ആവും, അവർക്ക് അവയർനെസ് കിട്ടും. നമ്മളെ പോലുള്ളവർ സംസാരിച്ചിട്ട് ഐ ഡോണ്ട് നോ, ഈഗിളുടെ വീഡിയോ, എൻ്റെ വീഡിയോ, ഹെലൻ്റെ വീഡിയോ ഒക്കെ എത്ര പാരൻസ് കാണുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ മോസ്റ്റ് മെജോറിറ്റി കാണുന്നത് കുട്ടികൾ തന്നെ ആയിരിക്കും. എഗെയിൻ ആ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതിനൊരു ബോധം വരും എന്നല്ലാതെ വേറെ ആളിലേക്ക് ഇത് എത്താൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇപ്പം AI ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ ഈസിയാണ്. കുറച്ചും കൂടിയും എന്താ പറയുക, പൈസ കുറച്ച് കുറേ ക്വാണ്ടിറ്റി കൂട്ടി കണ്ണ് കണ്ട ആരെ ഫോട്ടോ കൊടുത്താലും അതിലൊരു വീഡിയോ ആക്കി ഇവർക്ക് ഇട്ട് കൊടുക്കാനും ആ ഒരു ലിബിഡോ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ഞാൻ പറയുന്നില്ല, ഇതെന്താ അറിയോ, ഇതിൽ ആദ്യം ഇപ്പോൾ ഈകൾ പറഞ്ഞ പോലെ പാരൻസ് ആവണം ഇതിന് കുറച്ച് ബുദ്ധിയും അറിവും വെക്കേണ്ടത്. അവർക്കാണ് ഇതിനെക്കുറിച്ച് ഐഡിയ വേണ്ടത്. മക്കൾ ഫോൺ എടുക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാണിക്കുന്നു, ഏതൊക്കെ ആപ്പിലൂടെ പോകുന്നു, ഏതൊക്കെ ഗ്രൂപ്പുകളിലുണ്ട്, ടെലിഗ്രാം ആണെങ്കിൽ അതിൽ ഏതൊക്കെ ബോട്ടുകൾ യൂസ് ചെയ്യുന്നു, ഇതൊക്കെ അറിയണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കും, 90s പാരൻസ് ഉണ്ട്, ഇനി അങ്ങോട്ട് 90s കിഡ്സ് ഒരു പാരൻസായി മാറുന്നുണ്ട്, അതിന് മുന്നേ 80s ഉണ്ട്. ഇവരൊക്കെ ഫോൺ ഉപയോഗിക്കാത്തതോ ഇൻ്റർനെറ്റ് അറിയാത്ത കാലഘട്ടത്തിലുള്ളവരല്ല. നമുക്ക് അതിന് മുമ്പുള്ള നമ്മളെ പാരൻസിനെ പറയാം. നമ്മളെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് ഇതിനോട് യൂസ് ടു അല്ല. പക്ഷെ നമ്മളിപ്പോൾ പാരൻസാണ്, നമ്മൾ യൂസ് ടു ആണ് ഇതിനോട്. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും, നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും. വെരി അൺഫോർച്ചുനേറ്റ്ലി അതിന് പോലും റെഡി അല്ലാത്ത പാരൻസ് അവിടെ ഉള്ളത്. സമയമില്ല, ദാറ്റ്സ് ദ തിങ്. കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ബിഗിനർ ലെവലിനെ ഞാൻ പറയത്തുള്ളേ. ആൻഡ് നമ്മൾ നമ്പർ 2ലേക്ക് പോവാം. നമ്പർ 2, ട്രിബ്യൂട്ട്. ഇതൊക്കെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ. ട്രിബ്യൂട്ട് ഇതെന്താന്ന് പറയട്ടെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അതും 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന്. ജസ്റ്റ് ഇമാജിൻ. ആൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്പർ 3, ഗ്രൂപ്പിന്റെ പേര് അമ്മ. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പ് അല്ല. നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ, വീട്ടില് നമ്മള് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അച്ഛൻ, അമ്മ, മോൻ, അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ, സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്, അത് കണ്ടു നോക്കണം. സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി. ആൻഡ് നമ്പർ 4 ഈസ് കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. അന്നേരം ഓ വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ
എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. ഈ 4 കാറ്റഗറി എനിക്ക് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഈ 4 കാറ്റഗറി എന്ന് പറയണത്, ഈ 4 കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണമെന്ന്. അതായത് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ രണ്ടാമത് പ്ലേ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇനിയെങ്കിലും ഇപ്പോൾ ഇത് മെയിൻ സ്ട്രീം ചാനലുകൾ ഏറ്റെടുത്തല്ലോ, 10 ആൾക്ക് ഇപ്പോൾ ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും. ഇപ്പോൾ നമ്മളെ വ്യൂവർഷിപ്പിനേക്കാൾ കൂടുതലാണ് റിപ്പോർട്ടറിനും 24-നൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൂടെ ഇതിനെക്കുറിച്ചൊരു ഗ്ലിംസ് എങ്കിലും കണ്ട ഒരു ഒറ്റ നോട്ടം കണ്ട ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ ഒരു വലിയ ക്യാൻവാസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഈഗിളുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മളാരും സേഫ് അല്ല. നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ഈ പോവേർഡ് മൈൻഡുള്ള ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ ക്രൈം ചെയ്യുന്ന ആൾക്കാരെ പിടിക്കാൻ പറ്റാത്തൊരു സിസ്റ്റം, ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ ഒരു ക്രൈം ചെയ്തു, ആ ക്രിമിനൽ ഒഫൻസിനെ അഡ്രസ്സ് ചെയ്ത് ആ ക്രൈം ചെയ്ത വ്യക്തിയെ പിടിച്ച് അയാൾക്ക് കൃത്യമായ ശിക്ഷ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രൈമിൻ്റെ എണ്ണം കുറയും. അങ്ങനെ കുറയ്ക്കാൻ പറ്റൂ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സൈബർ സിസ്റ്റം എന്ന് പറയുന്നത് വലിയ പണക്കാർക്കും സെലിബ്രിറ്റീസിനും രാഷ്ട്രീയക്കാർക്കും അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് തീർത്തു കൊടുക്കും. സാധാരണക്കാരനോ സാധാരണക്കാരിയോ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാതിരുന്നിട്ടല്ലേ, ഫോട്ടോ ഇടാൻ പോയിട്ടല്ലേ, ഈ എരപ്പ് പിടിച്ച ചോദ്യം തിരിച്ചു ചോദിച്ച് നമ്മളെ മുഖത്തൊക്കെ ഒരു ചിരിയും ചിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും നിർത്തുകയാണ്, കൂടുതൽ പറയുന്നില്ല. എന്താണെങ്കിലും വെൽ ഡൺ റിപ്പോർട്ടർ 24, മീഡിയ വൺ, ഇതിലൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത എല്ലാ ചാനലുകളോടുമാണ് കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്. ലോൺ ആപ്പ് പോലെ തന്നെ ഇവിടെ ചത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യജീവനുകളുണ്ട് ഈ മോർഫിങ് കാരണം. ഇനി ഇതിൽ ജീവൻ അവസാനിപ്പിച്ച എത്ര കേസ് ഉണ്ട് എന്നുള്ളതും ചിലപ്പോൾ നിങ്ങളൊന്ന് കൃത്യമായി അന്വേഷിച്ചാൽ ചിലപ്പോൾ പുറത്തു വരും. ഈ കാരണം കൊണ്ട് ഇവിടെ പല സമയങ്ങളിലായിട്ട് ഒരു റീസണും ഇല്ലാതെ ജീവൻ അവസാനിപ്പിച്ച ചെറിയ പ്രായത്തിലുള്ള മക്കളുള്ള നാടാണിത്. ഒരു പക്ഷേ ഇതായിരിക്കാം കാരണം. അവരുടെ ഏതൊക്കെയോ മോർഫിഡ് ഫോട്ടോസോ വീഡിയോസോ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ആയത് കണ്ട് നാട്ടുകാരോടോ വീട്ടുകാരോടോ പറയാൻ പറ്റാത്ത സങ്കടത്തിൽ തീർന്നു പോയ ജീവനുകളായിരിക്കും. നിങ്ങളൊന്ന് ഇറങ്ങി തപ്പി നോക്കുക, ചിലപ്പോൾ അങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് കിട്ടും.